കക്കറച്ചി. കക്കറച്ചി. അപ്പൊ ഇന്ന് എനിക്ക് പണിയില്ല. ചേച്ചി, ആ കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ. എങ്ങനെയുണ്ട് ഒറ്റയ്ക്ക് പോയിട്ട്? അയ്യോ, തളർന്നു. തളർന്ന് മാളുണ്ടായിരുന്നെങ്കിൽ ഒരു സൈഡില് ആ ഒരു സൈഡില് പിടിച്ച് സപ്പോർട്ടിന്റെ ആളുണ്ടായേനെ. എന്ത് മീനാടാ? കക്കറച്ചി. കക്കറച്ചി. അപ്പൊ ഇന്ന് എനിക്ക് പണിയില്ല, വെറുതെ കഴുകിയെടുത്താ മതി. ദൈവമേ, എന്താവുമോ എന്തോ. ഇല്ല, എനിക്ക് ഇഷ്ടമാണ് കക്കറച്ചി. ഇടയ്ക്ക് താഴത്ത് വെക്കും, പിന്നെ അത് കൊണ്ടുവരും. പിന്നെ ഇടയ്ക്ക് താഴത്ത് വെക്കും, പിന്നെ കൊണ്ടുവരും. ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞ് നീ പെരുമാറി. കാരണം ഇവിടെ ഞങ്ങൾക്ക് കണ്ണ് നിറയെ കാണണം. ഇച്ചിരി പോരാ, ഞങ്ങൾക്ക് ഒരുപാട് വേണം. അതാണ് ഞങ്ങളുടെ ശീലം. അതാ അമ്മായിനെ ഒഴിച്ചു വിട്ടേരെ. അമ്മായിക്ക് ഒന്നുമേ വേണ്ട, അമ്മായിക്ക് കഞ്ഞി ഉണ്ടെങ്കിൽ അത് മതി. അപ്പൊ ഇനി നീ മാളുചിയുടെ പരിപാടിയൊക്കെ ചെയ്തോളൂല്ല. പിന്നെന്താ, അടിപൊളി. നല്ല കക്കാടാ, നല്ല കക്ക. എന്റെ ഫേവറേറ്റ് കക്കറച്ചി. എനിക്ക് ഇഷ്ടമാണ്. ഫസ്റ്റ് ടൈം കക്കറച്ചി. ഫസ്റ്റ് ടൈമാ? അപ്പം പൊളിക്കാം. ഞാൻ ചിപ്പി കഴിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം. അപ്പൊ നീ എനിക്കൊരു കാര്യം ചെയ്യാം. വെളുത്തുള്ളി ചതച്ച് തരണം. ഓക്കെ. പിന്നെ സവാളയൊക്കെ തൊലി ഉരിച്ച് വെച്ചാൽ മതി. വെളുത്തുള്ളിയുടെ തൊലി ഉരിക്കണ്ട, തൊലി ഉരിക്കാതെ തന്നെ ചതച്ച് തന്നാൽ മതി. ഓക്കെ ഓക്കെ. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ, പുറമേ കാണുമ്പോ അറിയോ ചുമപ്പേതാ വെള്ള ഏതാന്നാണ്? കട്ട് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഏതിനാ? ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരു ടേസ്റ്റും ഇല്ല. എന്നാ അതിൻ്റെതായ ഗുണം മാത്രമേ ഉള്ളൂ, വെള്ളം. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ഐഡിയപരമായിട്ട് കളറ് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മുന്നേ കഴിച്ചിട്ടില്ലേ? ഒരു തവണ എന്തോ കഴിച്ചിട്ട്. അതും ഇതാ ചുമന്ന കളർ. ചുമപ്പിന് പിന്നെയും എന്തെങ്കിലും ഒരു ഫ്ലേവർ ഉണ്ടെന്ന് നമുക്ക് തോന്നും. വെള്ളക്ക് ഒരു വികാരം ഇല്ലാത്തൊരു സാധനം. മളൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമുണ്ടായിരുന്നു. ഇതാടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയൊക്കെ ആരെങ്കിലൊക്കെ വരുമ്പോഴാ എനിക്കൊരാശ്വാസം. മാളൂനെ എപ്പോഴും അവളെ കിട്ടൂല. അപ്പൊ എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക്. അമ്മായി വന്നപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു ആശ്വാസം കിട്ടിയത്. ഇപ്പൊ ആള് ഫുൾ ബിസി ആയില്ലേ. ഇപ്പൊ +2 കൂടി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്നും പറയാനില്ല. അവളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാക്കി ഒരിക്കൽ പോലും ഞങ്ങൾ സ്നേഹത്തിൽ വർത്താനം പറഞ്ഞ് ഞാൻ കണ്ട എനിക്ക് ഓർമ്മയിലേ ഇല്ല. എങ്ങനെയുണ്ട്?
കൊള്ളാം. കൊള്ളാവോ? ചുമപ്പിന്റെ യഥാർത്ഥ കളറ് ബീട്രൂട്ടില് പാല് ചേർത്താൽ എങ്ങനെ ഉണ്ടാവും? ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാവും. ആ ഒരു കളറായിട്ട് വരും. ഭക്ഷണം കളയണത് എനിക്ക് ഇഷ്ടമേ അല്ല. കളഞ്ഞൂടാ. ഞാനും അമ്മയെ എപ്പോ നോക്കിയാലും ഇടി ഉണ്ടാവണത്. അമ്മയൊന്നും കഴിക്കില്ല? ഒന്നും കഴിക്കില്ല. ഇനിയാണോ? അതെ, പോയാലോ? അതെ. വെളുത്തുള്ളി ചതച്ചത് റെഡി. ഓക്കെ, താങ്ക് യു. വെൽക്കം. നിന്നെയും തീനെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല ഇന്ന്. ഞാൻ തീയാവും കുറെ കഴിയുമ്പോ. എണ്ണ ചൂടായോ ഇല്ലയോ എന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യാ? വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പൊ ശബ്ദം. എന്നാ ഞാൻ വെള്ളമല്ല ഒഴിക്കാൻ പോണേ. ഇതിന്റെ അർത്ഥം എന്താ? എണ്ണ തിളച്ചു. എണ്ണ ചൂടായിട്ടില്ല. എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതായിരുന്നില്ല അവിടുത്തെ ഒച്ച. ഭയങ്കര ഒച്ചയായിരുന്നു. ഭയങ്കര ഒച്ച വന്നേ. ഈ കടുകിട്ടിട്ട് കടുകിറ പറ അങ്ങനെ. ഇത് കടുകില്ലല്ലോ. അല്ല, അങ്ങനെ ചെയ്യില്ല. ഇതിന് വേണ്ട കടുക്. ഇതിന് കടുക് വേണ്ട. എന്നാലും നീ ഒരു ഹോട്ടലിൽ പോയിട്ട് പോലും കക്കറച്ചി കഴിച്ചിട്ടില്ല? കക്കറച്ചി കഴിച്ചിട്ടേ ഇല്ല, സത്യം. ഞാൻ കൊഞ്ച്, ഞണ്ട്, അങ്ങനെയൊക്കെ, പിന്നെ ചിപ്പി, ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. കക്കറച്ചി മറ്റിങ്ങനെ കുത്തി എടുത്തിട്ട് കഴിക്കില്ലേ? ചങ്കോ? ശങ്ക? ചങ്ക് എന്താ പറയാ? ഷെല്ലിനകത്തിരുന്നിട്ട് അതിനെ കുത്തി ഇങ്ങനെ എടുക്കണ. വേവിക്കുമ്പോ അതിന്റെ പുറത്തെ തോടിളകും. അപ്പൊ അത് മാറ്റിയിട്ട് ഈർക്കിൽ കൊണ്ട് അതിനെ കുത്തി എടുത്ത് കഴിക്കുന്നത്. അത് കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ചിട്ടുണ്ട്. മനുഷ്യന്മാര് കഴിക്കാത്ത സാധനമൊക്കെ നീ കഴിച്ചിട്ടുണ്ടാ? അത് കഴിച്ചിട്ടില്ലേ? ചങ്ക്. ചങ്ക? ശങ്കാണോ ഞൗണിക്കാണോ? അതെന്താണെന്ന് അറിയില്ല. കണ്ടാ മനസ്സിലാവും. പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ്. അത് മസാലകളൊന്നും ചേർക്കാണ്ട് ചേർക്കാണ്ട് കഴിക്കും. ഇത് കഴിക്കാമെന്ന് ആരാ പറഞ്ഞ നിന്നോട്? ഞങ്ങള് വീട്ടില് കഴിക്കും. ചിപ്പി പോലെ കഴിക്കും പോലെ അതിന് ഉപ്പൊന്നും ഇടില്ല. അങ്ങനെ വേവിച്ച് കഴിക്കും. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ഇത് ശംഖ്. അതിനകത്ത് ഇറച്ചി ഉണ്ടാവും. നല്ല ടേസ്റ്റാ കഴിക്കാൻ. കൂന്തലിന്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കോ? കണവയുടെ കുറച്ചുണ്ട്. ഇതിങ്ങനെ വഴറ്റിട്ടേ ഈ കറിവേപ്പിലയുടെ കമ്പെടുത്ത് കളയോ? തിന്നണമെങ്കിൽ തിന്നാം, കളയണമെങ്കിൽ കളയാം. ഓക്കേ. ഇളക്കട്ടെ? ഉപ്പിടട്ടെ. ഒരു മിനിറ്റടാ, ഞാനേ ഉള്ളി ഇടാൻ പറഞ്ഞു. ഉള്ളി ആദ്യം ഒന്ന് മൊരിയട്ടെ. ചെറിയ ഉള്ളി. ഉള്ളിക്ക് ഇത്തിരി വേവ് കൂടുതലാണ്. വഴണ്ട് കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് പനി തുടങ്ങാൻ പോണത്. ഇതൊക്കെ ഒരു വെറും സാമ്പിൾ മാത്രം. അതെ, ഇതൊക്കെ വെറും സാമ്പിൾ മാത്രം. ഇപ്പൊ ടേസ്റ്റ് ഒന്നും ആയിട്ടില്ല. ഉപ്പ് നോക്കാൻ നിന്നാ
ഉപ്പ് കറക്റ്റ് അല്ലേ? ഉണ്ട്. മുളക് പൊടി മതി. കുരുമുളക് പൊടി ഇടുമല്ലോ. കുരുമുളക് പൊടി അല്ല, ഇതെന്താ മല്ലിപ്പൊടി. നീ തെറ്റിച്ചെന്നെ. മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടി നമുക്ക് ഏറ്റവും ലാസ്റ്റ് മതി. നീ ഇതൊന്ന് ഇളക്കേ. എന്താണ് എന്താണ് കണ്ണെരിയുന്നാണോ പുക കൊണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല. കണ്ണിന്ന് വെള്ളം. ഞാൻ ഇളക്കുമ്പോ ഇത് എത്രത്തോളം ഇതിൽ മസാല പിടിക്കുമെന്നാണ് എൻ്റെ ഒരു ഇത്. പിടിക്കണ വരെ ഇളക്കണം. പിടിപ്പിക്കും ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇളക്കിപ്പിക്കും ഞാൻ. ആ നടുക്ക് ഒരു കുഴി ഒഴിച്ചിട്ട് ഈ ഇഞ്ചി ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടെ. തൊടിപ്പുണ്ട് അങ്ങ് അറ്റത്ത്. ഫുൾ ഇടട്ടെ? ഫുൾ ഇട്ടോ. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം സവാള കയറാവേ. പോരാ ആരോഗ്യം പോരാ. എനിക്കിതേ ഇത് മറിഞ്ഞു പോകുന്നൊരു പേടി. അത് മറിഞ്ഞു പോവില്ല. എൻ്റെ ബലത്തിൽ ഞാനിങ്ങനെ ബലം കൊടുക്കുമ്പോ ഇളക്കിക്കോ. എൻ്റെ ബലം പോരാ. നീ പോയിട്ട് കക്കറച്ചി എടുത്തോണ്ടോ. എന്ത് കക്കറച്ചി? കക്കറച്ചി. ഇവിടെ വെക്കട്ടെ? ഇട്ടടാ, കുറച്ച് കുറഞ്ഞിട്ടെ. അങ്ങനെ വെച്ചാൽ മതിയേ. മാറ്റിക്കോ. ഇടും. ചെരിച്ചു പിടിച്ചാൽ മതിയേ. ആയിട്ടോളാം. വെള്ളം ഉണ്ടല്ലേ? വെള്ളം വേണ്ട നമുക്കത്. വേണ്ട. ഇനി ഇത് കൊണ്ടുവച്ചിട്ട് വലിയ ഉരുളിയുടെ മൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. കൊണ്ടുവച്ചു. എരിവ് നോക്കിയിട്ടൊക്കെ വന്നിട്ട് പച്ചമുളകിടാം. ഓക്കെ. വാ. പറഞ്ഞില്ലേ ഇതിന് മധുരമുണ്ട്. മധുരമുണ്ടോ? അല്ലേ? അപ്പൊ മറ്റേതെന്തായിരുന്നു അത്ര പുളി? ഭയങ്കര പുളിയായിരുന്നു നേരത്തെ. ശരിക്കും ഈ മാങ്ങയ്ക്ക് ഈ മധുരമല്ലേ വേണ്ടേ? ആണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? അതിങ്ങനെ കച്ച് കഴിയാൻ പറയാ. ഞാൻ അമ്മയോട് ചോദിച്ചേട്ടാ മറ്റേ കക്ക ഇറച്ചിന്റെ കാര്യം. അമ്മ പറയാ ട്രിവാൻഡ്രത്ത് ഫുള്ള് കക്ക ഇറച്ചിയല്ല, ശംഖ്. അത് ഭയങ്കര ഫേമസ് ആണ് ട്രിവാൻഡ്രത്ത്. അതിനെ തോരൻ വെച്ചും എന്തൊക്കെയോ ചെയ്ത് കഴിക്കും. എന്നാ സോറിട്ടാ, ഞാൻ നിന്നെ അറിയാണ്ട് പറഞ്ഞു പോയതാ. ചോദിച്ചത് ഞാനത് കഴിച്ചിട്ടില്ല, കഴിക്കാനായിട്ട് കണ്ടിട്ടുമില്ല. കുഴപ്പമില്ല. നമുക്ക് ഒരു പ്രാവശ്യം അത് ഇവിടെ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റ് ആണല്ലോ അല്ലേ? മാളും കൂടി വരട്ടെ. മാളു കഴിക്കുമെന്ന് ചോദിക്കണം. അമ്മായിനോട് പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല. ഒന്നും കഴിക്കില്ല പറയുള്ളൂ. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. നീ ഇനി എന്നെ എന്താണ് പാമ്പിനെയും തവളേനെയും പൂച്ചേനെയും പട്ടീനെയൊക്കെ മാത്രമേ തരാണ്ടേ ഉള്ളൂ എന്ന് പറയും. ബാക്കിയെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. എല്ലാം ടേസ്റ്റ് ചെയ്യാൻ നല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. എല്ലാം കഴിക്കാൻ എനിക്കും ഇഷ്ടം.
പിന്നെ ചിലതൊന്നും പറ്റൂല കേട്ടോ. അലർജി ഒക്കെ വരുമോ? അലർജിയുടെ അല്ല, നമ്മളേ ഞാൻ പറയട്ടെ, കൊച്ചിലെ നമ്മൾ കഴിച്ച് ശീലിച്ച ഒരു സാധനമാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ സ്ഥാനത്ത് ഇപ്പൊ ഈ ശങ്കിന്റെ കാര്യം നീ പറഞ്ഞില്ലേ, അത് നമുക്ക് കഴിക്കാൻ നമ്മൾ ഒരു തയ്യാറെടുപ്പ് നടത്തണം. ഒരു മനസ്സിനെ 1-2-3 പ്രാവശ്യമൊക്കെ പറഞ്ഞ് എല്ലാരും കഴിക്കുന്നതാണ്, കഴിച്ചു നോക്ക് എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സ് പറഞ്ഞ ഓക്കെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ആടിന്റെ തലയൊക്കെ ഇല്ലേ, ആടിന്റെ തല മൊത്തത്തിൽ അങ്ങനെ വെച്ചിട്ട് കഴിക്കൂലേ? എനിക്കത് പറ്റൂല. അന്ന് ആടിനെ ഞാൻ തിന്നും, ആടിന്റെ കൈയും കാലും എല്ലാം ഞാൻ തിന്നും. പക്ഷെ തല കാണുമ്പോ അതുപോലെ നമ്മള് ഇറച്ചി മേടിക്കാൻ പോകുമ്പോ പോത്തിന്റെ ഒക്കെ തല അവിടെ കാണൂലേ, വെട്ടി 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 വെച്ച് വെച്ചിരിക്കും. അതൊന്നും എനിക്ക് ഒരിക്കലും കഴിക്കാൻ തോന്നൂല. പുളിയുണ്ട്, അപ്പൊ അതൊന്നും ഒരിക്കലും കഴിക്കാൻ തോന്നത്തില്ല. തടാ മാങ്ങ, ഈ മാങ്ങയില്ലേ, ഇതിന് എന്ത് മാങ്ങ പറയും പേര്? പൊട്ടുക്കണം. എന്തെന്ന്? പൊട്ടുക്കണം. ഓരോടത്തും ഓരോ പേരാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ വെച്ച് ഒഴിപ്പിക്കുന്ന മാങ്ങയാന്ന് കണ്ടറിയാം. അതാണ് മധുരമില്ലാത്തത്. നീ ഇങ്ങനത്തെ അച്ചാർ കഴിച്ചിട്ടുണ്ടാ? കഴിച്ചിട്ടില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് മാളുവിന്റെ ഫേവറേറ്റ്. അത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മാളു അച്ചാർ എന്ന് പറഞ്ഞ പ്രാന്തിയാ. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടമാണ് അച്ചാർ. ഇത് എളുപ്പ പരിപാടിയടാ, അടുപ്പിന്റെ ഒന്നും ആവശ്യമില്ല. മാങ്ങാരിയ, മുളക് പൊടി ഇടുക, കായപ്പൊടി, ഉപ്പ് പൊടി, പഞ്ചസാരയൊക്കെ ഫസ്റ്റ് ടൈം. പഞ്ചസാര അച്ചാറിൽ പഞ്ചസാര ഇട്ടിട്ട് നീ കേട്ടിട്ടില്ല? കഴിച്ചിട്ടില്ല. എന്നാ നിന്റെ അമ്മയ്ക്ക് അറിയാൻ പറ്റും. പഞ്ചസാര ഇടും. പറയില്ല. വിനീഗർ നിങ്ങളോടൊന്നും പറയില്ലായിരിക്കും, മനസ്സിലായോ? എന്റെ അമ്മ അച്ചാറിടുമ്പോഴും ഭയങ്കര രസമാണ്. പക്ഷെ അതിങ്ങനെ ഗ്യാസിലൊന്നും വെക്കാണ്ടല്ല, ഗ്യാസിലൊക്കെ വെച്ച് നല്ല അരപ്പൊക്കെ ഇട്ട്. പിന്നെ അത് കൂടുതൽ നാളൊന്നും ഇരിക്കില്ല, കൂടിപ്പോയി 2 ദിവസം. ഞാനും എന്റെ കൊച്ചേട്ടനും കൂടി കഴിച്ച് തീർക്കും. നോക്കിയേ, ഇതിലെന്താ വേണ്ടേ നോക്കിയേ. ഉപ്പാണോ, പുളിയാണോ, പഞ്ചസാരയാണോ? എന്തായാലും മുളക് പൊടി നന്നായിട്ടുണ്ട്, കൊള്ളാം. നീ ഇത് ചോറിന്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കണം. ഇന്ന പൊക്കത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം. സെറ്റ്. അത് ഇരുന്ന് കഴിയുമ്പോ സെറ്റ് ആവും. ഇതിപ്പോ ഉണ്ടാക്കി ഉടനെ നിന്റെ കയ്യിൽ തന്നിട്ട അത് വെച്ചോ. വിനീഗർ എടുത്തോ, ഇത് എടുത്തോ. ഡ്രസ്സിലായില്ലല്ലോ? ഇല്ല. ബാക്കി അലുവയും കട്ടനുമാണല്ലേ? അതെ അതെ, അലുവയും കട്ടനും. ഇവിടെ പിന്നെ വേറെ പണിയൊന്നുമില്ല, തിന്നുക, പണിയെടുക്കുക, തിന്നുക, പണിയെടുക്കുക. അതെ, ഇതന്നെ. അലുവയും മത്തിക്കറി എന്നാണ് ഇപ്പൊ നമ്മുടെ ഇത്. അലുവയും കട്ടനും. അതൊക്കെ തമാശ പറഞ്ഞല്ലേ? ചിലപ്പോ കഴിക്കണവരുണ്ട് അലുവയും മത്തിക്കറിയത്. എങ്ങനെ കഴിക്കുമല്ലോ. എന്തായാലും അലുവ നീ ആദ്യം കഴിച്ചത് നന്നായി. കട്ടലിലെ മധുരം അറിയില്ല, കട്ടലിൽ ഇത്തിരി മധുരം കൂടിപ്പോയി. ആണോ? ഇതെന്റെ ഫേവറേറ്റ് അലുവ, ബ്ലാക്ക്. കറുത്ത ബ്ലാക്കും എനിക്കിഷ്ടം, ബ്രൗണും ഇഷ്ടം. കൊള്ളാം. എന്ത് നല്ല ആചാരം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും ഹൽവ. ഈ ഹൽവ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എത്ര കൊണ്ട് കൊടുത്താലും നമുക്ക് കഴിക്കും, ഇരുന്നൊക്കെ കഴിക്കും. എനിക്കാണെങ്കിൽ ഇത്തിരി വെച്ചേ കഴിക്കുള്ളൂ. അത് എന്ത് സ്വീറ്റ്സ് ആയാലും ഇത്തിരി. അമ്മ ഇരുന്ന് ഇരിപ്പിന് ഒറ്റയടിക്കൊക്കെ കഴിച്ചു കളയും. എനിക്കൊരു 35 വയസ്സ് വരെ മധുരം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. ഞാനും അത്ര മധുരം പ്രിയം കുറവാണ്. ഒരു മൈസൂർ പാവൊക്കെ ഇല്ലേ, അതൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല. പിന്നെ ഒരു 36-38 ആയി കഴിഞ്ഞപ്പോ പിന്നെ മധുരം ഭയങ്കര ജീവനായി. ഞാൻ കഴിക്കും, പക്ഷെ അതൊക്കെ
ചോക്ലേറ്റ് മേടിച്ചാൽ കുറച്ച് കുറച്ച്. അത് എവിടെ? ഫ്രിഡ്ജിലല്ല, അലമാരക്കകത്തായിരിക്കണം. നല്ല മണം വരുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ചോറിന് കഴിക്കാൻ എളുപ്പമാണേ. ഇനി ഇത് ഡ്രൈ ആക്കും. അതായത് ഇങ്ങനെ വെച്ച് ബീഫ് കറുപ്പിക്കില്ലേ, അതുപോലെ ഇട്ട് കറുപ്പിച്ച് എടുക്കാം. അങ്ങനെ എടുത്താലും വേറെ ടേസ്റ്റ്, ഇങ്ങനെ എടുത്താലും വേറെ ടേസ്റ്റ്. ഇതും ടേസ്റ്റ് ആട്ടോ. ഇതൊക്കെ എനിക്ക് ചോറിന് കഴിക്കാൻ പറ്റിയ പരുവം അല്ലേ? എനിക്കിതാ ഇഷ്ടം. എനിക്ക് ഈ പരുവാണ് ഇഷ്ടം. നോക്കിയുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയേ. ചൂടാണേ, പതുക്കെ മതി, ക്ഷമയോടെ മതി. ഉണ്ട്, കൊള്ളാം. ഓക്കെ അല്ലേ? ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ? ഇനിയാണ് നമ്മുടെ കുരുമുളക് പൊടിയുടെ ആവശ്യം. ചോറിന്റെ പരിവ് ഇതാ. നമുക്ക് ഇതുപോലെ കറുപ്പിക്കണ്ടല്ലോ, വേണ്ട. ഇനി എന്നിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് വരും. നമുക്കിത് ബാലൻസ് വരൂല്ലേ? ബാലൻസ് വരുന്നത് നമുക്ക് രാത്രിത്തേക്ക് കറുപ്പിച്ച് കഴിയാം. ഓക്കെ, നീ പോയി ടേബിൾ സെറ്റ് ചെയ്യോ അതോ ഞാൻ വരണോ? ഞാൻ പോയി സെറ്റ് ചെയ്തിട്ട്. എന്ത് എൻജോയ്മെന്റിലാ നീ ഇരിക്കണേ. എനിക്ക് അത് കണ്ടിട്ടാ. എടാ, ഇതൊക്കെ ആദ്യത്തെ ആ ഒരു പുതുമോടി മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോ നിനക്ക് മടുക്കൂ. മാളുവിനെ പോലെ അമ്മായിനെ പോലെ ആവും നീ. മനസ്സിലായേ? ഇപ്പൊ ആ ഒരു 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 പുതുമോടിയിൽ നിനക്ക് ആ ഒരു സന്തോഷം നിന്റെ മുഖത്ത് തന്നെ കാണാനുണ്ട്. കാണിക്ക് പ്ലേറ്റ്. അച്ചാർ എനിക്കും കുറച്ചിട്ടോട്ടെ. എണ്ണയെ കുഴിച്ച് സെറ്റാക്കിയിട്ടുണ്ടേ. ഇനി നീ വിചാരിച്ച എണ്ണ ഉണ്ടാവില്ല. എണ്ണയല്ല, എരിവുണ്ടാവില്ല. മല്ലിച്ചീര വേണോ? അതൊട്ട് കഴിക്കോ? അത് കഴിക്കുമോന്നോ? കഴിച്ചു നോക്ക് നീ മല്ലിച്ചീര, അപ്പൊ അറിയാം. ആദ്യം കക്കറച്ചി കഴിച്ചു നോക്ക്. കക്കറച്ചി അവനല്ലേ നമ്മുടെ ഇന്നത്തെ താരം. സൂപ്പർ. വെളുത്തുള്ളി കണ്ടാ? തേങ്ങാക്കൊത്ത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മറ്റേ അച്ചാറില്ലേ, സൂപ്പർ. നമ്മുടെ ഇഷ്ടമില്ല. അച്ചാറും ചോറും കൂടി കഴിച്ചു നോക്കാം. എനിക്ക് പക്ഷെ ഒരുപാട് ഡ്രൈ ഇഷ്ടമല്ല. എനിക്ക് ഇതാ ഇഷ്ടം. ഈ ഒരു പരിപാടി എനിക്ക് ഇഷ്ടം. മല്ലിച്ചീര ചോദിക്കേ.
ടേസ്റ്റ് കണ്ടിട്ട് ഒന്നും പറയാൻ പോലും പറഞ്ഞില്ല. പിന്നെ അച്ചാറും ചോറും. അത് വേറെ ടേസ്റ്റ്. ആദ്യമായിട്ട് കഴിക്കുന്ന കക്കറച്ചി സെറ്റായി, സൂപ്പറായി. ഇങ്ങനെയാണ് ഇങ്ങനെ സൂപ്പറായിട്ട് കക്കയിറച്ചി കഴിച്ചു. എനിക്ക് ചെമ്മീൻ, കക്ക, ഞണ്ട് ഇത് മൂന്നും കഴിഞ്ഞിട്ടേ മീനുള്ളൂ. എനിക്കും അങ്ങനെ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീനും ഞണ്ട്. ഞണ്ടൊക്കെ ഭയങ്കര ഫേവറേറ്റാണ്. അമ്മ ഒരു പ്രാവശ്യം എക്സാം എനിക്ക് കഴിഞ്ഞ സമയത്ത് വണ്ടിയിലിരിക്കുക തന്നെ എൻ്റെ ടിഫിൻ ബോക്സിൽ അമ്മ നിറയെ, എൻ്റെ പൊന്നേ, നിർത്തിയൊക്കെ ഇട്ട് ഞാൻ കഴിച്ചു അവിടെ ഇരുന്നിട്ട്.